ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഉക്രൈൻ ഒഡേസ തീരത്ത് കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് കാണാതായ 2 ഭാരതീയർക്കായി തിരച്ചിൽ തുടരുന്നതായി എംബസി. 4 ഭാരതീയരാണ് ആക്രമിക്കപ്പെട്ട MV Aegean Ragnar എന്ന കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് കപ്പലിനെതിരെ ആക്രമണം ഉണ്ടായത്. 2 പേർ സുരക്ഷിതരെന്നും എംബസി അറിയിച്ച വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൻ, 2 ഭാരതീയർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഒപ്പം 2 പേരെ കണ്ടെത്തിയെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ? അശ്വതി, 2 പേരെ കാണാതായിട്ടുണ്ട്. അവർക്കായി തെരച്ചിൽ തുടരുന്നു എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി, അതായത് യുക്രൈനിലെ ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം 2 പേർ സുരക്ഷിതരാണ്, അവർക്ക് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലാവൂർ രജിസ്ട്രേഷനുള്ള MV Aegean Ragnar എന്ന് പറയുന്ന ഒരു കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒഡേസ തീരത്താണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കപ്പലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബ്രിഡ്ജിലൊക്കെ, അതായത് അതിൻ്റെ നാവിഗേഷൻ സെൻട്രൽ കൺട്രോൾ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണമുണ്ടായത് കപ്പലിനെ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇല്ലാതാക്കിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ കപ്പലിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. 4 ഭാരതീയരാണ് അതിലുണ്ടായിരുന്നത്. 4 പേരിൽ 2 പേർ സുരക്ഷിതരാണെന്നും 2 പേർക്കുള്ള തെരച്ചിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് ഈ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. മറ്റൊരു നിർണായക വിഷയമെന്ന് പറയുന്നത്, ദിവസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ മറ്റൊരു കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. ഒരു ഭാരതീയൻ കൊല്ലപ്പെടുകയും ഭാരതീയരായ നാവികർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. സമാനമായ വിഷയത്തിൽ റഷ്യയോട് വളരെ കർശനമായ നിലപാട് ഭാരതം അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് ഇത്തരത്തിൽ ഭാരതീയരുള്ള കപ്പലുകൾക്ക് നേരെ അല്ലെങ്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ ഭാരതീയരായ ജീവനക്കാർക്ക് ജീവഹാനി സംഭവിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ ശക്തമായ എതിർപ്പ് ഭാരതം കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു റഷ്യയെ എന്നതാണ് മറ്റൊരു നിർണായക ഘടകം. വീണ്ടും ഇതുപോലെ ഒരു ഭാരതീയ നാവികരുണ്ടായിരുന്ന കപ്പലിന് നേരെ ആക്രമണമുണ്ടായി ഇന്നലെ വൈകുന്നേരം ഒഡേസ തീരത്ത്. സമാനമായി യുക്രൈൻ്റെ ഒഡേസ തീരത്ത് തന്നെയാണ് ആക്രമണമുണ്ടായിരിക്കുന്നത്. ആ ആക്രമണത്തിൽ ഇപ്പോൾ 2 പേരെ കാണാതായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. MV Aegean Ragnar എന്ന കപ്പലിന് നേരെ, അതായത് പലാവൂർ രജിസ്ട്രേഷനിലുള്ള കപ്പലിന് നേരെ ഉണ്ടായിരിക്കുന്ന ഈ ആക്രമണം അതിശക്തമായ എതിർപ്പ് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അശ്വതി. ശരി ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്. ഉക്രൈൻ ഒഡേസ തീരത്ത് കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് കാണാതായ 2 ഭാരതീയർക്കായുള്ള തെരച്ചിൽ തുടരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരമാണ് ഇപ്പോൾ ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്.